നരേന്ദ്രമോദിയുടെ കീഴിലുള്ള നീതി ആയോഗ് വരെ പ്രഖ്യാപിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാമത് ഈ രാജ്യത്തുള്ള സംസ്ഥാനങ്ങളിൽ കേരളമാണ് നിൽക്കുന്നത്. ആരോഗ്യ മേഖലയിലാവട്ടെ മറ്റ് സമസ്ത മേഖലയിലും ഒന്നാമതായി ക്രമസമാധാന പാലത്തിലുൾപ്പെടെ കേരളം മുന്നിൽ നിൽക്കുന്നു. ഏറ്റവും ഒടുവിലായി നമ്മുടെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് പ്രഖ്യാപിക്കുന്നു കേരളം വ്യാവസായിക രംഗത്തും കേരളം ഒന്നാമതാണ്. അതിനെതിരെ അതിശക്തമായി കോൺഗ്രസിന്റെ മറ്റ് നേതാക്കൾ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നു ഞാൻ കണക്കിന്റെ അടിസ്ഥാനത്തിൽ കണക്കു ധരിച്ചാണ് കേരളം നമ്പർ 1 ആണെന്ന് പറഞ്ഞത്. അതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. ഞാൻ കേരളത്തിനൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുന്നു. അതാണ് കേരളം. ആ നേട്ടങ്ങളെല്ലാം കേരളത്തിന്റെ അനിവാര്യതയാണ്, കേരളത്തിന് അർഹതപ്പെട്ടതാണ്. ആ കേരളത്തിന്റെ ധീരമായ നിലപാടിന്റെ ഭാഗമാണ്. ആ കേരളത്തിൽ വന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് കേരളം സോമാലിയയാണെന്ന്. അങ്ങനെ കേരളത്തെ പരിഹരിക്കാൻ, കേരളത്തെ അവഗണിക്കാൻ ബിജെപിയും സംഘപരിവാരവും മുന്നോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ നരേന്ദ്രമോദിയുടെ സ്വത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നവരല്ല, ഞങ്ങൾ മോഹൻ ഭഗവത്തിന്റെ സ്വത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നവരല്ല, അമിത്ഷായുടെ സ്വത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നവരല്ല. ഞങ്ങളുടെ നികുതി പണത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട പദ്ധതി വിഹിതത്തിന് വേണ്ടി നികുതി പണത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്നവരാണ്. നിങ്ങളോടുള്ള യാചനയല്ല. ഞങ്ങൾക്ക് സ്വന്തമായ നല്ല കഴിവും നല്ല പ്രവർത്തന ശേഷിയുമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളം കഴിഞ്ഞ 8 വർഷമായി കേരളത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് അതിവേഗതയിൽ കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാർ കേരളത്തിന്റെ അധികാരത്തിലെത്തിയ ഉടനെ തന്നെ ഒരു ജനപക്ഷ സർക്കാർ ജനങ്ങളോട് എന്ത് പ്രഖ്യാപനമാണോ നടത്തേണ്ടത് ആ പ്രഖ്യാപനമാണ് കേരളത്തിനോട് നടത്തിയിരുന്നത്. കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് കിടന്നുറങ്ങാൻ കുടിലുകളില്ലാത്ത ഒരു കുടുംബം പോലും കേരളത്തിൽ അവശേഷിക്കില്ലെന്ന ധീരമായ പ്രഖ്യാപനം ഈ കേരളത്തിൽ നടത്തി. ആ